ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സുമി മുഭാസ് മനസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ എനിക്ക് ഇന്നലെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഫുൾ എപ്പിസോഡ് വിശേഷം തന്നെ നമുക്ക് കേട്ട് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ടല്ലോ, അത് ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കണം. പിന്നെ പുതുതായിട്ട് കുറച്ച് പേരൊക്കെ നമുക്ക് ഒന്ന് രണ്ട് പേരൊക്കെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ നമ്മുടെ കഥ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ വെച്ചുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിയിൽ വരുന്ന ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ രാജീവിൻ്റെ മുമ്പിൽ സുധീഷും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം രാജീവും അരുണും ആകെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വേവലാതിൽ നിൽക്കുകയാണ്. കാരണം തൻ്റെ കള്ളത്തരം വെളിച്ചത്താകുമോ എന്നുള്ളൊരു പേടിയൊക്കെ രാജീവിന് വന്നു തുടങ്ങിയായിരുന്നു. ഈ സമയത്ത് സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ കുറേ പേര് പിടിച്ചുകൊണ്ട് പോയെന്നും എൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗും സ്വർണവും പണവും ഒക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ഇതാരായിരിക്കും സുധീഷിനെ ഇങ്ങനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് എന്നൊക്കെയുള്ള ഒരു ഭയപ്പാടോട് നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷും ഹരീഷും ഉണ്ട്, സുഭാഷും നികേഷുമാണ് നിൽക്കുന്നത്. ആ സമയത്താണ് രാജീവ് ചോദിക്കുന്നത്, ആരാടാ മോനെ നിന്നെ ഇങ്ങനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ച്? കാരണം നിധിയുടെ മുന്നിൽ രാജീവിന് പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലേറ്റ് പതുക്കെ മാറ്റി എന്നിട്ട് നിധിയുടെ മുമ്പിൽ ചോദിക്കണം, ആരാടാ, സുധീഷിൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ, ആരാടാ നിന്നെ അപായപ്പെടുത്താനൊക്കെ മോനെ ശ്രമിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ആരാണെന്നാണോ, ഞാൻ ഇപ്പം പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഹരീഷേന്ന് ഇങ്ങനെ സുധീഷ് വിളിക്കും കേട്ടോ. അപ്പം കാണാം നമ്മുടെ ഹരീഷ് നല്ല മാസമായിട്ട് ഇങ്ങനെ വരെയാണ്. വരുമ്പോഴത്തേക്ക് ഒരു ഗുണ്ടയുണ്ട്. അയാളെ കാണുന്നതും നമ്മുടെ അരുണും നമ്മുടെ രാജീവും ഒക്കെ പിടുത്തം വിട്ടു. കാര്യം എന്ന് വെച്ചാൽ മൊത്തം പൊളിഞ്ഞു. ഇത്രയും നമ്മളിങ്ങനെ കെട്ടി മുകളിലോട്ട് കൊണ്ടുവരില്ലേ, ഇതെല്ലാം കൂടെ തകിടം പറഞ്ഞ് താഴോട്ട് വീഴുമ്പോൾ എന്താ അവസ്ഥ, അതുപോലെ. കാരണം നിധിയുടെ മുന്നിൽ ഇത്രയും പെർഫോം ചെയ്ത് ആക്ട് ചെയ്ത് ഒരു മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അച്ഛൻ്റെ ക്രൂരമായ പ്രവൃത്തി എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം സുധീഷിന് എന്തെങ്കിലും സംഭവിച്ചാലോ, സുധീഷിനെ എന്നേക്കുമായിട്ട് തട്ടിക്കളയാനാണ് ഗുണ്ടകൾക്ക് ഈ രാജീവ് ഓർഡർ കൊടുത്തത്. കാരണം സുധീഷ് ആരെയും വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, മൊബൈൽ കിട്ടി വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കിടന്ന ഗോഡൗണിൽ നിന്നും മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സുധീഷിനെ എന്നേക്കുമായിട്ട് തട്ടിക്കളയാനായിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ആ ഗുണ്ടേനെ കണ്ടതും രാജീവ് ഭയപ്പാടോടുകൂടി അയാളുടെ അടുത്ത് എന്നിട്ട്, എന്തിനാടാ നീ ഇതൊക്കെ ചെയ്തത്, ആര് പറഞ്ഞിട്ടാടാ നീ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര അടിയൊക്കെ കൊടുക്കണിട്ട് മൂത്തിട്ട്. അയാളൊന്നും മിണ്ടല്ല, അയാൾ മിണ്ടാണ്ട് നിൽക്കണേ, അടി കൊണ്ടല്ലേ പറ്റുള്ളൂ. അയാൾ മിണ്ടാണ്ട് നിൽക്കണേ. അപ്പോൾ ഹരീഷിനും സുധീഷിനൊക്കെ ചിരി വരണേട്ടോ. അപ്പോൾ 2-3 അടി കൊടുത്തു കഴിയുമ്പോൾ സുഭാഷ് ചെന്നിട്ട് ആ ഗുണ്ടേനെ അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കൂട്ടോ രാജീവിനെ. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയും ചെയ്തിട്ടും താൻ ഈ മാതിരി പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് സുഭാഷ് ഇങ്ങനെ നോക്കണം. അപ്പം രാജീവ് ചോദിക്കും, മാറ് സുഭാഷ്, ഞാൻ അവനെ ശരിപ്പെടുത്തട്ടെ എന്നുള്ള രീതിയിൽ രാജീവ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യണം. അപ്പം സുഭാഷ് ഒന്നും വിട്ടില്ല, ഇങ്ങനെ തുറിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടോ രാജീവിനെ. ആ സമയം രാജീവ് ചോദിക്കും, നീ എന്താ മോനെ ഇങ്ങനെ നോക്കണത്, നീ മാറ, അവനോട് ചോദിക്കട്ടെ ഇത് ആരാ ഇതെന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഞങ്ങൾക്കറിയാം ആരാണ് എന്താണെന്നൊക്കെയുള്ള കാര്യം. ആ സമയത്താണ് സുധീഷ് കാര്യങ്ങളൊക്കെ പറയണത് നിധിയുടെ അടുത്ത്. അപ്പം നിധി ഒന്നും അറിയാണ്ട്, അതായത് കഥ അറിയാണ്ട് ആട്ടാടും എന്നൊക്കെ പറയാറില്ല, ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ നിധിയുടേത്. നിധി ഇങ്ങനെ ഭയപ്പാടോടുകൂടി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ ഇതാര് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ. എന്നിട്ട് സുധീഷ് കാര്യങ്ങളൊക്കെ പറയണേ, ഈ നിൽക്കുന്ന മനുഷ്യൻ നിൻ്റെ ഏട്ടനും കൂടെയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ നിധി അന്താളിക്ക്, എന്താ സുധീഷ്? അപ്പം രാജീവ് ഉടൻ തന്നെ പറയാം, നീ എന്തൊക്കെ ഈ പറഞ്ഞു വരുത്താൻ, നിനക്ക് എന്താ പറ്റിയത്, ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ നീ പറയണേന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പെർഫോം ചെയ്യണം. അപ്പം സുധീഷ് സകല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് താൻ ഇവിടെ നിന്ന്, അതായത് കുറച്ച് നാൾ, അതായത് രാജീവ് നമ്മുടെ നിധിയുടെ അടുത്ത് വന്നല്ലോ, സുധീഷിൻ്റെ വീട്ടിലോട്ട് വന്നല്ലോ, അതിന് ഒരാഴ്ച മുന്നേ ഞാൻ നിധിയുടെ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞ് നിധിനെ വിളിച്ചില്ലേ, ആ സമയത്ത് ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നെ വെല്ലുവിളിച്ചു. അതായത് എടാ 7 ദിവസത്തിനുള്ളിൽ എൻ്റെ മകളെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കും, നീ കൗണ്ട് ചെയ്തോളാൻ പറഞ്ഞു ടൈം. അപ്പം
ആ ഒരു കാര്യം സുധീഷ് പറഞ്ഞില്ല. കാരണം വെച്ചാൽ അയാൾ ചുമ്മാ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിധിയുടെ അടുത്ത് പറഞ്ഞില്ല. എന്നാൽ നിധിയുടെ അടുത്ത് വിളിച്ച് അപ്പം തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിൻ്റെ അച്ഛനെ കണ്ടു എന്നും എൻ്റെ വണ്ടിയിൽ അച്ഛൻ കയറിയിട്ടെന്നുള്ള കാര്യമൊക്കെ നിധിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ അയാൾ എന്നെ വെല്ലുവിളിച്ചുകൂടാ, ഇനി അയാൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമോ, നിധി എനിക്ക് നഷ്ടമാവോ എന്നൊക്കെ ഉള്ളൊരു ഭയപ്പാടോട് ഹരീഷിൻ്റെ അടുത്ത് പോയി അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അയാൾ അധികം ഒന്നും നീണ്ടുന്നില്ല. രാജീവ് അന്ന് തന്നെ, അതായത് ആ ദിവസം തന്നെ പതുക്കെ നിധിയുടെ അടുത്ത് വരികയും അവിടെ നിന്ന് ഒരു ദിവസം താമസിച്ച് രണ്ടുപേരെയും കൂടെ എൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ വിടണം. പക്ഷേ അന്നേരം നമ്മുടെ ഭാസ്കറിന് സംശയം ഉണ്ടായിരുന്നു, ഇയാൾ പെട്ടെന്ന് എങ്ങനെ മനം മാറി മോളെയും മരുമോനെയൊക്കെ വന്ന് വീട്ടിലോട്ടൊക്കെ ക്ഷണിക്കണുണ്ടല്ലോ. അപ്പോൾ അയാൾ പക്ഷെ അതൊക്കെ രാജീവ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. എല്ലാവരും വിശ്വസിച്ചു, നമ്മുടെ സുഭാഷ് ഉൾപ്പെടെ അതൊക്കെ വിശ്വസിച്ചു. ഇങ്ങേറ്റം എന്തിനാ നമ്മുടെ ഹരീഷ് പോലും ഇയാളുടെ ആ ഒരു വിനയവും ആ ഒരു പെരുമാറ്റവും കണ്ട് വീണുപോയി രാജീവിൻ്റെ. അന്ന് ആ രീതിയിലാണ് നിധിയുടെ അടുത്ത് വന്ന് നിന്നതും ആ ചെറിയൊരു വീട്ടിൽ അതേ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടൊക്കെ പോയത്. അപ്പം അതൊക്കെ നിധിക്ക് അന്ന് ഒരു സംശയം തോന്നിയില്ല. അപ്പം സുധീഷ് പറഞ്ഞു, അതൊക്കെ ഇയാളുടെ നമ്പറായിരുന്നു നിധി. എന്നിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് കൂടി ഇവർ രണ്ടുപേരും എന്നോട് കാണിച്ച ഓരോ ക്രൂരതകൾ എന്താ. അപ്പം രാജീവ് പറഞ്ഞു, മോളെ നീ ഇതൊന്നും വിശ്വസിക്കരുത്, അച്ഛൻ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തട്ടി മാറ്റിയാണ്. കൈ തട്ടി മാറ്റിയിട്ട് സുധീഷ് പറയുക, സുധീഷ് എന്താണെന്ന് വെച്ചാൽ പറയുക, എന്തൊക്കെയുണ്ടായത്, ഇവരെങ്ങനെയാണ് സുധീഷിനെ ഇവിടെ ഇട്ട് ഇൻസൾട്ട് ചെയ്തതെന്നുള്ളത് എന്നോട് പറയൂ എന്ന് പറയൂ കേട്ടോ. ആ സമയത്ത് സുധീഷ് പറയും, നിധി മാറിക്കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും, അതായത് രാജീവും അരുണും കൂടെ, എടാ ഒരു ഡ്രൈവറായിട്ടിരുന്നെങ്കിൽ നീ ഇന്ന് ഈ സെറ്റിയിൽ വന്നിരിക്കൂടാ, ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു ധൈര്യം നിനക്കുണ്ടാവൂടാ, വല്ല കുപ്പത്തൊട്ടി കിടന്നിട്ട് ഈ മണിമാളിക കണ്ടപ്പോൾ നിനക്കങ്ങോട്ട് കണ്ണ് തള്ളണമല്ലേടാ, നിന്നെ ഞങ്ങൾ കാണിച്ച് ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് ഹരാസ് ചെയ്യേണ്ടത് നമ്മുടെ സുധീഷിന്. പക്ഷേ ഇതൊന്നും നിധിയുടെ അടുത്ത് പറഞ്ഞില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിധിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഇനി താൻ കാരണം, അതായത് സുധീഷ് കാരണം നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് കരുതി നിധിക്ക് വേണ്ടിയിട്ട് സുധീഷ് അതൊക്കെ സഹിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്. അതിനുശേഷം ഇവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണ് നിധി ഈ സ്വർണവും പണവും എൻ്റെ തന്നു വിട്ട്. ഈ അരുണെന്ന് പറയണവന് കാല് വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് വെറും ആക്ടിങ് ആയിരുന്നു നിധി എന്നൊക്കെ പറയുകയാണ്. നിധി എല്ലാവരും തുറിച്ചു നോക്കാൻ കേട്ടോ. അപ്പോഴും അരുണും പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മളെ തമ്മിൽ തെറ്റിത്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിധി ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്, നീ ഇതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അരുണും പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവ് ഒരു പെർഫോം അങ്ങോട്ട് തുടങ്ങി, മോളെ എവർ പറയണമെന്ന് നീ വിശ്വസിക്കരുത്, എവരെ ഇന്നലെ കണ്ടതാണ്. നിൻ്റെ അച്ഛനൊക്കെ എന്ന് പറയുന്നത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാവണത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ എല്ലാ രീതിയിലും താന്ന് ക്ഷമിച്ച് നിൻ്റെ മുന്നിൽ വന്നത്. ഇവർ പല കള്ളക്കഥകളും പറഞ്ഞ് നമ്മളെ തമ്മിൽ അകറ്റാൻ നോക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് രാജീവ് പറഞ്ഞു, ഹേമേ എവളെ കൊണ്ട് അകത്ത് പോകുന്നു, ഈ നിധിനെ കൊണ്ടുപോയി ഇവരോട് ഞാൻ സംസാരിച്ചോളൂ എന്ന് പറയാം. അപ്പോഴേക്കും അരുണും കയ്യിൽ പിടിച്ച് നിധീനെ അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. നിധി കൈ വിടെന്നും പറഞ്ഞിങ്ങനെ തട്ടി അങ്ങ് മാറ്റും. എനിക്ക് നിങ്ങളെയൊക്കെ മനസ്സിലായത് അന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ച് കത്തിച്ച സമയത്ത് തന്നെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിറങ്ങിയവളാണ്. എന്നിട്ടും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ വീട്ടിൽ വന്ന് ഈ രീതിയിലൊക്കെ ഞങ്ങളുടെ സുധീഷിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ഇത്ര അടുപ്പത്തിലൊക്കെ ഇരിക്കുകയും നിൽക്കുകയും സംസാരിക്കുകയും ഒരു ദിവസം തങ്ങയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതി. പക്ഷെ നിങ്ങളൊരു ക്രൂരനായ മനുഷ്യനാണ്, നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നുണ്ട്? സുധീഷിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്തിനിങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഒരു മനസ്സൊക്കെ ആയോ എൻ്റെ അച്ഛന്? അതൊന്നുമല്ല. അച്ഛൻ്റെ സ്റ്റാറ്റസ് അത് മാത്രമാണ്, അത് മകളെന്നുള്ള ഒരു വിചാരം പോലും അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞ് നിധി വിഷമിച്ചങ്ങ് പറയണം കേട്ടോ. ഇത് കുറേ ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ല നിങ്ങൾ എന്നെയല്ല സ്നേഹിക്കണം, നിങ്ങൾ പണവും നിങ്ങളുടെ സ്റ്റാറ്റസും ഒക്കെയാണ് നിങ്ങൾക്ക് പ്രധാനം. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പാർട്ട്നേഴ്സിൻ്റെ കൂടെ എൻ്റെ മകൾ തിരിച്ചു വന്നു, ഇനി ഞാൻ അവൾ പറയുന്ന പോലെ കേട്ടോളും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഒരു കൊടും ചതിയൊക്കെ ചെയ്തത്. അപ്പം നികേഷ് പറഞ്ഞു, നിധിയേട്ടത്തി ഇന്നലെ ഒരു രാത്രിക്കകത്ത് നമ്മൾ സുധീഷേട്ടനെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ജീവനോടെ സുധീഷേട്ടൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കരമായിട്ടൊരിതാവണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ തൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ സാധിച്ചു? അതും അച്ഛനും ഏട്ടനും ഭയങ്കര രീതിയിൽ, അരുണും രാജീവും നല്ല പെർഫോം ചെയ്താണ് നിധിയുടെ മുന്നിൽ ഇതൊക്കെ ആക്കിയത്. അപ്പോൾ എന്തായാലും എല്ലാം കയ്യിൽ നിന്ന് പൊളിഞ്ഞു രാജീവിൻ്റെ.
ലാസ്റ്റ് സുധീഷ് നല്ല ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. ഇനി മേലിൽ താനോ തൻ്റെ മകനോ ഇനി എന്തെങ്കിലും കാരണത്താൽ ഞങ്ങളുടെ വീട്ടിൽ വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താൻ അന്ന് വിവരം അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുഭാഷും പറയുന്നുണ്ട് കേട്ടോ, തന്നെ ഞങ്ങൾ വിശ്വസിച്ചു, തൻ്റെ ആ ഒരു പെരുമാറ്റവും മകളോടുള്ള സ്നേഹവും അത് മാത്രമല്ല സുധീഷിനെയും നിധിയെയും നിങ്ങൾ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഈ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തായിരുന്നു അല്ലേ? പ്രായത്തെ മാനിച്ച് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എവരോടൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞിട്ട് അവരെ നല്ല തല്ലു കൊടുക്കാനായിട്ടൊക്കെ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം നിധി പറയുന്നുണ്ട്, ഇന്ന് കൊണ്ട് ഇവിടം വെച്ച് നമ്മൾ തമ്മിലുള്ള ഈ എല്ലാ ബന്ധങ്ങളും തീരെയാണ്. ഇനി എനിക്ക് അച്ഛനെന്ന് വിളിക്കാൻ പോലും നിങ്ങളെ എനിക്ക് വെറുപ്പാണ്, നിങ്ങളെ എനിക്ക് ഭയമാണ് എന്തൊക്കെ നമ്മുടെ നിധി രാജീവിൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നിധി നേരെ റൂമിൽ പോയിട്ട് സുധീഷിൻ്റെയും നിധിയുടെയും ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് സുഭാഷ് ഏട്ടൻ നമുക്കെല്ലാം പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ എല്ലാം പോയി, എല്ലാം കണ്ടുപിടിച്ചു, എല്ലാം അറിഞ്ഞു. അത് മാത്രമല്ല ആ ഗുണ്ടയെ കൊണ്ട് ഇതാരാ ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യവും കൂടെ തെളിവില്ല എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ പറയണല്ലേ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ സുധീഷ് പറഞ്ഞ്, തെളിവാണോ? ഈ നിൽക്കുന്നവൻ തന്നെ തെളിവ്, ബാക്കി എല്ലാവന്മാരും ഓടി രക്ഷപ്പെട്ടു. അന്ന് ആ വണ്ടി ഈ താൻ പുറത്തിറങ്ങിയതും ബൈക്കിൻ്റെ അടുത്ത് ചെല്ലണതും ഒരു ഗുണ്ട അവിടെ കിടക്കുകയായിരുന്നു. ഇവന്മാരെല്ലാവരും കൂടെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് തന്നെ പിടിച്ചു കെട്ടി, ഈ രാജീവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ പിടിച്ചു കെട്ടി ആ ഗോഡൗണിൽ കൊണ്ടുപോയതാണെന്നൊക്കെ ഉള്ളത് പറയണം. അപ്പോഴേ ആ ഗുണ്ടയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം, ഇതെല്ലാം രാജീവ് സാറ് പറഞ്ഞിട്ട് ചെയ്തതാണെന്ന്. അപ്പം നിധിക്ക് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നിധി ഫുള്ള് വിശ്വസിച്ചു. നിധി അങ്ങനെ അവരെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കണേ. എന്നിട്ട് ഇറങ്ങി പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞു കേട്ടോ. പുറത്ത് വന്നപ്പോൾ നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് രാജീവും അരുണും എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് എന്ന് വെച്ചാൽ അവർ ചെയ്ത പ്ലാനുകളൊന്നും വിജയിച്ചില്ലല്ലോ, നാണം കെടുകയും ചെയ്തു, മറ്റുള്ളവരുടെ മുമ്പിൽ നിധി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ സുധീഷ് അകത്തേട്ട് വരുമ്പോഴത്തേക്ക് അരുൺ അവിടെ നിൽക്കുന്നു, രാജീവ് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അരുണിനെ പിടിച്ചിട്ട് 2 കീറങ്ങൾ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും രാജീവ് ഒന്ന് കൈ പിടിക്കുമ്പോൾ സുധീഷ് കൈ തട്ടി മാറ്റിയിടോ, തൻ്റെ പ്രായത്തെ മാനിച്ച് മാത്രം ഞാൻ തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയാം. എന്നിട്ട് അരുണിൻ്റെ അടുത്ത് പറയടാ, മുഖം മൂടിയിട്ട് നീ ഇന്നലെ എന്നെ തല്ലാൻ വന്നില്ലോടോ, ഒരാളെ തല്ലുമ്പോഴെങ്കിലും ഞാനാ തല്ലുന്നതെന്നുള്ള ആണത്വത്തോടെ പറയാനുള്ള ധൈര്യം നീ കാണിക്കടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കീറം കൊടുക്കാൻ കേട്ടോ. നല്ല ഒരു 3-4 അടി അരുണം കൊടുക്കുകയാണ്. അപ്പോൾ സാന്ദ്രയും ഹേമയൊക്കെ പിടിക്കാൻ ചെല്ലുന്നുണ്ട്, രാജീവും പിടിക്കാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ രാജീവിനെയൊക്കെ തട്ടി മാറ്റി ഉന്തി അങ്ങ് വിടുകയാണ് സുധീഷ്. എന്നിട്ട് സുധീഷ് നല്ല മാസം ഡയലോഗ് അടിച്ചിട്ട് സുധീഷ് പോക്കറ്റിൽ നിന്നൊരു കീ എടുക്കുകയാണ് കാറിൻ്റെ. എന്നിട്ട് കീ എടുത്തിട്ട് പറയാം, അതെ എന്നെ തട്ടിക്കൊണ്ട് പോകാനും കടത്തിക്കൊണ്ട് പോകാനൊക്കെ നിങ്ങൾ ഉപയോഗിച്ച കാറല്ലേ ഇത്, അതെ ഈ ഒരു കാറ് ഞാനങ്ങ് കൊണ്ടുപോകാം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാറ് എങ്ങാനും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവറിനെ വീട്ടിലോട്ട് വിട്ടേക്കാന്നിങ്ങനെ പറയും. അപ്പോൾ ഇത്രയും മാസം ഡയലോഗ് അടിച്ചിട്ട് സുധീഷ് അങ്ങ് ഇറങ്ങിയാണ്. അപ്പോൾ സുധീഷ് ഇറങ്ങി കഴിയുമ്പം സുഭാഷ് ചോദിക്കും, നീ എന്തിനാടാ വഴക്കുണ്ടാക്കാനാണോ പോയെന്ന് ചോദിക്കുക. അത് 2 ഡയലോഗ് പറയാൻ പോയതാന്ന് പറയും സുധീഷ്. എന്നിട്ട് സുധീഷ് പറയും, അതെ ഞാൻ ആ വണ്ടിയുടെ താക്കോലിങ് എടുത്തുകൊണ്ട് വന്നു, നമുക്കിതിലങ്ങ് ഒരുമിച്ച് പോകാം, ബൈക്ക് ഹരീഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയും, സുഭാഷ് ചേട്ടനും കൂടെ അവരോട് പൊക്കോ, നികേഷും സുഭാഷ് ചേട്ടനും കൂടെ പൊക്കോ, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക്ഷോപ്പിലുണ്ട്, അപ്പോൾ ഞാനും അവനും കൂടെ വണ്ടിയും കൊണ്ട് വന്നോളാം എന്ന് പറയും. അപ്പോൾ എന്നിട്ട് നിധി പറയും, നിധി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും, ഇനി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പൊക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാൻ തരാം. അപ്പം നിധി പറയും, അതെ അത് തന്നെ എൻ്റെ ശരി, നമ്മൾ അങ്ങനെ അങ്ങ് തരം താന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവരുടെ മുമ്പിൽ എന്നിങ്ങനെ നിധിയും പറയും. എന്നിട്ട് നിധി സുധീഷിൻ്റെ അടുത്ത് മാപ്പ് പറയണം. എന്നിട്ട് സുഭാഷിൻ്റെ അടുത്തും പറയും, സോറി സുഭാഷ് ചേട്ടാ, ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയാം. അത് സാരമില്ല മോളെ, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കാറിൽ കയറി പോകണം. അപ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോൾ നമ്മുടെ ഹരീഷ് ഉറങ്ങി പോണു. പിന്നെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുക. അപ്പം നമ്മുടെ സുഭാഷ് ചോദിക്കുക, എന്താ മോളെ മിണ്ടാണ്ടിരിക്കുന്നത്? അപ്പോൾ നിധി സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ. കാരണം നിധിക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ ഒരു വിഷമം, തൻ്റെ അച്ഛനൊക്കെ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു, ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്തൊരു വ്യക്തിയൊക്കെ ആയിപ്പോയല്ലോ ചേട്ടനും അച്ഛനും എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിധിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുകയാണ് കേട്ടോ. ആ ഒരു സീനോട് കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാട്ടിത്തെ കിളിക്കൂടിൻ്റെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.